റീനീറ്റ് എഴുതി. അന്ന് എത്ര ഉണ്ടായിരുന്നു സ്കോർ? 660 കിട്ടൂല, കാരണം 690 കിട്ടണം. അപ്പോഴാണ് ഈ ഇതും കൊണ്ട് വന്നത്. ജെഇ കിട്ടും, കിട്ടി, കോഴിക്കോട് കിട്ടി. അന്ന് നമ്മളെ ധൈര്യം അതൊക്കെ പെട്ടു തന്നെ അല്ലേ നമ്മള്. ഇതിപ്പോ ഓൾ ഇന്ത്യ റാങ്ക് 4580, സ്കോർ 623. പൊളിച്ചിട്ട നീ അല്ലേ? ചായ വാങ്ങി തരണോ? ഇത് വെച്ചിട്ട് അടിപൊളി കോളേജ് കിട്ടും. ഇതില് കേരളത്തിൽ ബെസ്റ്റ് കിട്ടും. ട്രിവാൻഡ്രം കിട്ടും, കോഴിക്കോട് ബോർഡർ ലൈൻ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് 280 വരെയല്ലേ പോയുള്ളൂ. അത് പോകാൻ സാധ്യത കുറവാണത്. പറയാൻ പറ്റില്ല. നിന്റെ ബ്രില്യൻ്റ് റാങ്ക് എത്രയാ? അതാണ് എനിക്ക് പിന്നെ കോട്ടക്കൽ യൂണിവേഴ്സിറ്റി പാഞ്ചാള്. അപ്പൊ ഞാൻ കുറിച്ച് 247 ഒരു 10-20 എക്സസ് വന്നാലും വരാവും. എന്നാലും കോഴിക്കോട് ബോർഡർ ലൈൻ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ളതാണ്. ഈ പൊതുവെ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ കണ്ടൊരു പ്രത്യേകത, കേരളത്തില് പുറത്തേക്ക് പോകാനുള്ള പ്രവണത കുറവാ. ആദ്യത്തെ റാങ്കിലൊക്കെ കേരളത്തിൽ തന്നെ നിൽക്കുക. കോഴിക്കോട് പിന്നെ കിട്ടും. അതെ, പോയാലേ കിട്ടുള്ളൂ. അപ്പൊ അത് പോവൽ എന്ന് പറഞ്ഞ എയിംസ് എങ്ങനെ അല്ല, അതാണ് എയിംസ് ഒക്കെ എടുത്ത് പോവും. ടൈം നിന്റെ തൊട്ട് മുമ്പിൽ അത് എല്ലാ കൊല്ലവും വരുന്നുണ്ടല്ലോ ആ ട്രെൻഡ്. എല്ലാ കൊല്ലവും ആ ട്രെൻഡ് വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം പുറത്ത് പോകാനുള്ളൊരു ട്രെൻഡ് കൂടുതലായിരുന്നു. കാരണം ഒരു പേടിയും ടെൻഷനും കിട്ടോ ഇല്ലേ, മാത്രമല്ല ഭയങ്കര ടഫും ഇതൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്ത്, അതുകൊണ്ടാണ് 1300 റാങ്കിൽ മുസ്ലിം മെറിറ്റിൽ കൊല്ലത്ത് വന്ന് കഴിഞ്ഞിട്ട് 1300 ചെല്ലാൻ അറൗണ്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് 2100 എന്ത് ചെയ്തത്, ഇൻ ബിറ്റ്വീനുള്ള എല്ലാവരും എന്ത് ചെയ്ത് കയറിപ്പോയി. 280 300 ചില്ലാനായിരുന്നു മുമ്പ് കോഴിക്കോട് റാങ്ക്. കഴിഞ്ഞ പ്രാവശ്യത്ത് 280 അപ്പം ഇത് മാറുകയാണ്. കൊല്ലം അങ്ങനെ സംഭവിക്കില്ല എന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കോഴിക്കോട് മാത്രം കണ്ടിട്ട് ചോയ്സ് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അപ്പം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. നിനക്ക് ഓൾ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല കോളേജ് എന്ത് ചെയ്യും കിട്ടും. എനിക്ക് തോന്നുന്നു മദ്രാസും കോയമ്പത്തൂർ ആ കോളേജിലൊക്കെ കിട്ടൂലേ നിനക്ക്? അല്ല, കേരളത്തിന് പുറത്ത് പോവാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് എന്തായാലും ആദ്യത്തെ 4 ഉറപ്പായിട്ടും കിട്ടും. കോഴിക്കോട് ചിലപ്പോൾ കിട്ടും. ദെൻ ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ ഉറപ്പാണ്, നോ ഡൗട്ട്. അപ്പം ഞാൻ ചോദിക്കണം, അവിടെ എടുക്കണോ മദ്രാസും കോയമ്പത്തൂർ കൊടുക്കണോ? വേണ്ടല്ലോ. അപ്പൊ നീ കേരള തന്നെ എടുത്തോ. ഓൾ ഇന്ത്യയിൽ നമുക്ക് കേരള തന്നെ എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, പോലാന്ന് ഉറപ്പല്ലേ? എയിംസ് വേണ്ട, എയിംസ് വേണ്ട. മംഗൾഗിരി, ബിബി നഗർ കിട്ടൂല, വെറുതെ കൊടുത്തു നോക്കാം. കൊടുക്കണോ? കിട്ടിയാൽ പോവോ? പിന്നെ വെറുതെ കൊടുത്തിട്ട് എന്താ? ഓൾ ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാം, കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ വരെ കൊടുക്കാം. ആലപ്പുഴ കൊടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ നിനക്ക് കിട്ടുമല്ലോ. പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കിട്ടുമോ നോക്കാനാ. ഓൾ ഇന്ത്യ കേരളത്തിൽ നിനക്ക് ഉറപ്പായിട്ടും കോഴിക്കോടും ട്രിവാൻഡ്രം കഴിഞ്ഞ കൊല്ലം 450 വരെ പോയിട്ടുണ്ട്. അപ്പം ട്രിവാൻഡ്രവും കിട്ടും. ശരിക്കും നീ കോഴിക്കോടും ട്രിവാൻഡ്രവും കോട്ടയം കൊടുക്കണ്ട, കോഴിക്കോട് മാത്രം കൊടുത്താൽ മതി എന്നാ ഞാൻ പറയാം. ഓൾ ഇന്ത്യയിൽ കോഴിക്കോട് മാത്രം എന്ത് ചെയ്താൽ മതി. കാരണം കേരളത്തിൽ ട്രിവാൻഡ്രം, കോട്ടയം നിനക്ക് അല്ലെങ്കിലും കിട്ടൂലേ. അവനത് കൊടുക്കണതിനാ. അപ്പം അവസാന നിമിഷം വരെ നമുക്ക് കോഴിക്കോട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യയിൽ തുടരാം. അതല്ലേ ആ സ്ട്രാറ്റജി, അതാ നല്ലത്. കാരണം കേരളത്തിൽ നിനക്ക് ട്രിവാൻഡ്രവും കോട്ടയവും അല്ലാതെ തന്നെ എന്ത് ചെയ്യും, കിട്ടും. ദെൻ അത് തന്നെ ട്രിവാൻഡ്രം ഇവിടെ കൊടുത്താൽ ചിലപ്പോൾ അത് കയറിപ്പോയാൽ കാര്യമില്ല. അതിനേക്കാൾ നല്ലത് കോട്ടയം ഓൾ ഇന്ത്യയിൽ കോഴിക്കോട് മാത്രം കിട്ടാന്നുള്ളത് ഫോക്കസ് ചെയ്ത് കോഴിക്കോട് മാത്രം എന്ത് ചെയ്യാം, വേറൊന്നും കൊടുക്കണ്ട. യെസ്,
കുറവാണ്. പക്ഷേ അത് കേരളയിലും കുറവാണല്ലോ. പിന്നെയും സാധ്യത ഏതിലാണ് കിട്ടുക? കേരളവും ഓൾ ഇന്ത്യയും കമ്പയർ ചെയ്യുമ്പോൾ നിനക്ക് കോഴിക്കോട് കിട്ടാനുള്ള സാധ്യത കൂടുതൽ ഏതാ? കേരളത്തിലാണ്, ഓൾ ഇന്ത്യ അല്ല. ഉറപ്പല്ലേ? അത് കിട്ടുമെങ്കിൽ നമ്മൾ എന്തായാലും അത് കളിക്കുമല്ലോ. കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ കൊടുക്കും നമ്മൾ. ദെൻ ഇതിൽ തൃശ്ശൂരും കോട്ടയവും ട്രിവാൻഡ്രവും കേരളത്തിൽ ഉറപ്പാണ്. ഈ രണ്ട് സ്ഥലത്തും ഉറപ്പില്ലാത്തത് ഏതാണ്? കോഴിക്കോടാണ്. ഇനി കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഓൾ ഇന്ത്യനേക്കാൾ ഉറപ്പാണ്. കോഴിക്കോട് കുറച്ചുകൂടി കൂടുതൽ സാധ്യത എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഈ 4 നമ്മൾ എന്തായാലും കൊടുക്കും. കേരളത്തിൽ ഈ 4ലും 3 വരും എന്ന് ഉറപ്പുണ്ടായിരിക്കെ ഓൾ ഇന്ത്യയിൽ ഈ 3 കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ക്ലിയർ അല്ലേ? പ്ലസ് അപ്പോൾ പിന്നെ ആകെ ഉള്ളത് ഏതാണ്? കോഴിക്കോട്. ആ കോഴിക്കോട് കൊടുത്താൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് 3rd അലോട്ട്മെന്റ് വരെ നമുക്ക് ഈ ഇതെന്ത് ചെയ്യാം? നീട്ടിക്കൊണ്ടുപോവാം. അതിൻ്റെ ഇടയിൽ കിട്ടുകയാണെങ്കിലോ? ക്ലിയർ? അപ്പം അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കോഴിക്കോട് മാത്രം ചേർത്തരാൻ പറയാം. എന്നിട്ട് പ്രിന്റ് വാങ്ങിപ്പോക്കോ. അതുങ്ങളാണ് പറയേണ്ടത്. അത് ജിപ്മറും 3000-നുള്ളിൽ തീരും അല്ലേ? കാരയ്ക്കല് മറ്റേത് കിട്ടൂല. മറ്റേത് 1000-ന്റെ ചോടെ തന്നെ എന്ത് ചെയ്യും? തീർന്നു പോവും. എയിംസും ജിപ്മറും പുതുച്ചേരിയും 1000-ന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? തീരും. പിന്നെ അത് നോക്കണ്ട, ഇത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മനസമാധാനത്തിന് നമുക്ക് എന്ത് ചെയ്യുക? കാരണം കുറേ നാളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആകുമ്പോൾ ഞാൻ കാരയ്ക്കലും എയിംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ, അല്ല പുതുച്ചേരിയും ജിപ്മറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ മക്കളോട് എന്ത് ചെയ്യുക? പറയാം. ഈ ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക, എടുത്ത് വെച്ചോളി, ഒരു സോനീർ പോലെ അല്ലേ? അപ്പോൾ എയിംസ് ഡൽഹി, ജിപ്മർ പുതുച്ചേരി, കോഴിക്കോട്, ഡൺ. ഓക്കെ. 3 കൊടുത്തിട്ട് അവരോട് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തെന്ന് തരും. കേരളത്തിന്റെ അലോട്ട്മെന്റിൽ ഫ്ലോട്ടും ഫ്രീസും ഇല്ല, നിലവിലില്ല. അത് വരവുമില്ല. കേരളത്തിന് ഒരു സിസ്റ്റം ഉണ്ട് ഓൾറെഡി അലോട്ട്മെന്റ് പ്രോസസ്സിൽ. കേരളത്തിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കും ജോയിൻ ചെയ്യാൻ പറയാം. അത് പ്രായോഗികമായി ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് ജോയിൻ ചെയ്യാന്നുള്ളത് ചെയ്തോളാൻ പറയുന്നത്. ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അവിടുന്ന് റിലീവ് ചെയ്യലും ബുദ്ധിമുട്ടാവും, പോയി വരവ് ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് ഫ്ലോട്ടിങ് ഫ്രീസിങ് സിസ്റ്റം തന്നെ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. അതിനു വേണ്ടിയാണ്. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് മൈസൂർ കിട്ടി നമ്മളവിടെ പോയി ജോയിൻ ചെയ്ത് തിരിച്ച് വന്നു, ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ നമുക്ക് കോഴിക്കോട് കിട്ടി. അപ്പോൾ നമ്മൾ മൈസൂർ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും വന്നിട്ട് വേണം കോഴിക്കോട് ജോയിൻ ചെയ്യാൻ. അതായത് മുമ്പത്തത്. അത് പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫ്ലോട്ടിങ്ങും ഫ്രീസിങ്ങും എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഫ്ലോട്ടിങ്ങും ഫ്രീസിങ് കൊണ്ടുവന്നുള്ള പ്രശ്നത്തെ കോളേജിൽ ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡും തേർഡും റൗണ്ടിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാം. അതാണ്. സോറി, ഫസ്റ്റ് തിരുവനന്തപുരം കയറും. ജോയിൻ ചെയ്യണം. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കേരളത്തിന്റെ കാര്യത്തിൽ. 13-ാം തീയതി മുതൽ അലോട്ട്മെന്റ് തുടങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 10-ാം തീയതി വരെ ഈ റാങ്കിന് വേണ്ടി ആഡ് ചെയ്യൽ നിലനിൽക്കുന്നതുകൊണ്ട് അതുപോലെ ആ പ്രോസസ്സ് 10-ാം തീയതി വരെ ഉണ്ട്. പിന്നെ അഡീഷണൽ ആഡ് ചെയ്യാനുള്ള എന്തൊക്കെ സംവിധാനം 10-ാം തീയതി വരെ വെച്ചിട്ടില്ലേ? ഈ 10-ാം തീയതി വരെ അത് ഉള്ളത് കൊണ്ട് ഡിഫക്റ്റ് പരിഹരിക്കാൻ ഉള്ള ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഡിഫക്റ്റ് പരിഹരിക്കാനാണ്. അത് 10-ാം തീയതി വരെയാണ് കൊടുത്തിരിക്കുന്നത്. 10-ാം തീയതി കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടേ റാങ്ക് എന്ത് ചെയ്യുള്ളൂ? വരാൻ സാധ്യതയുള്ളൂ. ഇനി അങ്ങനെ റാങ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഉടനെ പിറ്റേ ദിവസം തന്നെ ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസം കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക. അപ്പോൾ 13 ഉള്ളതിന് പകരം ചിലപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക 15-ാം തീയതിക്ക് ശേഷമായിരിക്കും. 15-ാം തീയതി വന്നാലും എന്താ ബുദ്ധിമുട്ടെന്താ നിങ്ങൾക്ക്? മനസ്സിലായില്ല. അതും ഇവന്റെ ജോയിനിങ് നമ്മളുടെ ബന്ധം എന്താ? ഇവനെന്തിനാ പോണത് അങ്ങോട്ട്? കോൺവോക്കേഷൻ നിന്റെതല്ലേ? നിന്റെ കൂടെ ഇവൻ വരണം എന്നുണ്ട്, അങ്ങനെയാണോ? ഓ ഓക്കെ. എല്ലാം വരണം, അത് നല്ല കാര്യം, പോണം. എന്നിട്ട് പിന്നെ ഇവൻ തിരിച്ചു വരണം.
ഇരുപത്തിമൂന്നിനാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. ആ Career Guru, molding your future.